കോതമംഗലത്ത് വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വൈദ്യുതി വർധനവിൽ പ്രതിഷേധിച്ച് INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് 5 പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് മാത്രം വർധന വരുത്തിയിട്ടുള്ളത്. ആരുടെ താല്പര്യമാണ് ഗവൺമെന്റ് ഇതിലൂടെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറയുന്ന CPM സഹയാത്രികരായിട്ടുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള വൈദ്യുതി റെഗുലേറ്ററി ബോർഡ് പറയുന്നത്, KSC ബോർഡ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഇപ്പോ ഒരു യൂണിറ്റിന് ഇപ്പോ വർദ്ധിപ്പിച്ച പൈസയിൽ നിന്നും ഇരട്ടി പൈസയാണ് വർധനവായി ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പക്ഷേ അതിന്റെ പകുതി മാത്രമാണ് ഇപ്പൊ വർധനവായിട്ട് അനുവദിക്കുന്നുള്ളൂ. ഇനി അടുത്ത വർധനവ് 2025 ഏപ്രിൽ മാസത്തിൽ അടുത്ത വർധനവ് നടപ്പിലാക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നു, കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആരാണെന്ന് പോലും അറിയില്ലാത്ത വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് ഈ വർധനവുമായി ബന്ധമില്ല എന്ന്. വൈദ്യുതി യൂണിറ്റിന് ശരാശരി 20 പൈസ വരെയാണ് കൂട്ടിയത്. 40 യൂണിറ്റ് വരെ പ്രതിമാസ ഉപയോഗമുള്ളവർക്ക് വർധനയില്ല. പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ 20 രൂപ അധികം നൽകണം. യൂണിറ്റിന് 40 പൈസയാണ് KCB ആവശ്യപ്പെട്ടത്. എന്നാൽ 20 പൈസയാക്കി റെഗുലേറ്ററി കമ്മീഷൻ കുറച്ചു. 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ പ്രതിമാസം 10 രൂപ അധികം നൽകണം. 550 യൂണിറ്റ് ഉപയോഗിക്കുന്നവർ 250 രൂപ അധികം നൽകേണ്ടി വരും. പ്രതിമാസം 40 യൂണിറ്റ് വരെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും നിരക്ക് വർധനവില്ല. റീജിയണൽ വൈസ് പ്രസിഡന്റ് KC മാത്യു അധ്യക്ഷനായി. മുൻ നഗരസഭാ അധ്യക്ഷൻ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജിജി സാജു, ചന്ദ്രലേഖ ശശിധരൻ, CD മുഹമ്മദ്, ബേസിൽ തണ്ണിക്കോട്, ശശി കുഞ്ഞുമോൻ, ബഷീർ ചിറങ്ങര, അനിൽ രാമൻ നായർ, PR അജി, പരീത് പട്ടമാവുടി, അലി പടിഞ്ഞേറച്ചാലി, സുരേഷ് ആലപ്പാട്ട്, PV മൈദീൻ, ഗോപി നാടുകാണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.